ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുതിർത്തിയ കടല എടുക്കാം. അപ്പോൾ കടല കുതിർത്താനിടുമ്പോൾ തലേ ദിവസം ഇട്ട് വെക്കുക, പിറ്റേ ദിവസം കാലത്ത് നമുക്ക് കറി വെക്കാൻ പാകത്തിന് കേട്ടോ. അതുപോലെ തന്നെ കുതിർത്താനിടുന്നതിന് മുമ്പ് നമുക്കൊന്ന് കഴുകാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്താനിടാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കളയാണ്ട് അതോടുകൂടി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതോടൊപ്പം ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിക്കുന്നത് 5 വിസിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ 5 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്ര എടുത്തിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 വിസിലായിട്ടുണ്ട്. മുഴുവനായിട്ടും അതിൻ്റെ എയർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കടലയുടെ തുറന്നിട്ടുണ്ട് അടപ്പൻ. ഇനി നമുക്കതൊന്ന് എടുത്തിട്ട് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ പരുവത്തിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ കറിക്ക് എത്രത്തോളം കടല എടുക്കുന്നോ അതനുസരിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെടുത്ത അളവ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടിയുടെ പച്ചമണം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മസാലയാണ്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം കളഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല വേവിച്ചപ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ എടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടുള്ള കടല വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരുപാട് വറ്റിച്ചിട്ട് നമ്മൾ ഗ്രേവി പരുവത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ വെള്ളത്തിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വീണ്ടും. അപ്പോൾ അതിനകത്തേക്ക് മസാലകളൊക്കെ നന്നായിട്ട് ഇറങ്ങി പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് എത്രയോ വെള്ളം വേണ്ടത്. ഇപ്പോൾ വെള്ളം വേണ്ടെങ്കിൽ ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രത്തോളം വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കടലക്കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.